അയ്യേ ഓക്കെ. നമസ്കാരം കൂട്ടുകാരെ. അപ്പോൾ അയ്യോ ഒന്നുമില്ല കൂട്ടുകാരെ, ഒരു ചെറിയ സർപ്രൈസ് ഉണ്ട്. നമ്മുടെ നിത്യതി മക്കൾ ഒരാളുടെ പിറന്നാളാണിന്ന്. ആരുടെ ആരെന്താ പറയാമോ? ഇതിലാരാണ് ഇല്ലാത്തത്? ഇതിലാരാ ഇല്ലാത്തേ? മറച്ചു നിർത്താൻ എളുപ്പമുള്ള ഒരാളാണ്. ഒളിച്ചു നോക്കുന്നുണ്ട്. ആരാന്ന് നമുക്ക് തന്നെ ഒളിച്ച് കാണിച്ചു കൊടുക്കാവേ. അയ്യോ ഹാപ്പി ബർത്ത്ഡേ ടു യു. കുട്ടിക്ക് അപ്പൊ കുട്ടിക്ക് സിദ്ധിക്കുന്ന പിറന്നാളായിട്ട് എന്താണ് പ്രത്യേകമായിട്ട് പറയുവാനോ പുതിയ വല്ല തീരുമാനങ്ങളോ ഒക്കെ എടുത്തു പോകുന്നുണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല. എന്റെ തീരുമാനം. എങ്ങനെ ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം? വളരെ മികച്ചതായിരുന്നു. ശരി. അപ്പോ സിദ്ധിമോൾക്ക് നമ്മുടെ എല്ലാവരുടെയും വക നമ്മുടെ കൂട്ടുകാര് പിറന്നാൾ ആശംസകൾ അറിയിക്കും അല്ലേ? നമ്മുടെ എന്റെയും നമ്മുടെ നിത്യതിയിലെ നിത്യതിമാരുടെയും മീൻസ് ക്ലാസ്സിലെ നിത്യതി മക്കളുടെ എല്ലാവരുടെയും ആയിട്ട് എന്താണ് അപ്പൊ എല്ലാരും കെട്ടിപ്പിടിച്ച് നല്ലൊരു ഉമ്മ കൊടുക്കുമല്ലോ. ശരി. അപ്പൊ ഒരുപാട് ആയുരാരോഗ്യ സൗഖ്യവും എല്ലാം നന്മയും ഉണ്ടാകട്ടെ. നല്ലതിനെയും ചീത്തയും ഒരുപോലെ നന്നായിട്ട് ലൈഫ് മുന്നോട്ട് പോട്ടെ. ഓക്കെ. അപ്പൊ കൂട്ടുകാരോടായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ നന്നായി വരും. എല്ലാവരും ഗിഫ്റ്റ് ഒക്കെ അയക്കണമെന്ന് അയക്കുമ്പോ 6 പേർ കൂടെ അയക്കണം, അല്ലെങ്കിൽ അതൊരു ചെറിയൊരു വർഷത്തെ 6 തവണ 6 ഗിഫ്റ്റ്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മളെല്ലാ പ്രാവശ്യത്തെക്കാട്ടും ഒരു വെറൈറ്റി രീതിയിലാണ് ഇത്തവണ ചെയ്യുന്നത്. നമുക്ക് കാണാം നിത്യതി മോളുടെ സമ്മാനം എങ്ങനെ കൊടുക്കുമെന്ന്. ഓക്കെ. മുന്നോട്ട് കാണുക. സത്യത്തിൽ ഈ പിറന്നാൾ ദിനത്തിൽ എന്തെൻ്റെ സിദ്ധിദാത്രി മോളോട് പറയണം എന്നെനിക്കറിയില്ല. കൈക്കുഞ്ഞായി, ബാലികയായി, കൗമാരിയായി, യൗവനത്തിലായി ഇന്നും എൻ്റെ കൺമുന്നിൽ അവൾ വിളങ്ങുന്നു. കഠിനമായൊരു ശിലയിൽ നിന്നും ഒരു ശില്പി കൊത്തിയെടുത്ത മനോഹരമായ ഒരു ശില്പമാണ് അവളുടെ മനസ്സ്. എൻ്റെ അമ്മുക്കുട്ടി കമ്പിയില്ലാത്തൊരു വീണയിൽ കമ്പിയിട്ടു മുറുക്കി വിളങ്ങിയ നാദമാണ് അവളുടെ ഹൃദയം. എന്നാൽ ഒരുപാട് വൈകി അവൾ അറിഞ്ഞു ആ കമ്പിയെ മുറുക്കുവാനും അയക്കുവാനും അവൾക്കൊപ്പമുള്ളവർക്ക് കഴിയുമെന്ന്. അയഞ്ഞ കമ്പികളിലെ നാദം എവിടെയോ ആ താമരമിഴികളിൽ മിഴിനീർ തീർത്തു. മീട്ടിയെടുത്ത കമ്പികളിലെ നാദത്തെ പൊഴിക്കാതെ ആ കമ്പികൾ മുറുക്കി മനോഹര രാഗങ്ങൾ നെയ്യുവാൻ ഒടുവിൽ പ്രകൃതി തീരുമാനിച്ചു, ഈശ്വരൻ തീരുമാനിച്ചു. പരാശക്തിയാൽ മുറുക്കിയെടുത്ത ആ കമ്പികൾ ഇനി ഒരിക്കലും പൊട്ടിത്തകർക്കുവാനോ അയക്കുവാനോ അവൾക്ക് പോലും കഴിയില്ല. കാരണം അത്രത്തോളം നിഷ്കളങ്കയാണ് ഈ മകൾ. അല്പം മുൻചുണ്ടിക്കാരിയാണെങ്കിലും അവളുടെ നന്മ നമ്മുടെ ഹൃദയത്തെ തഴുകിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ മകളെ, ഈ ദേവതയെ വിടുവാൻ നമുക്ക് കഴിയുകയില്ല, അകലുവാൻ നമുക്ക് കഴിയുകയില്ല. അവളുടെ സ്നേഹത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും കരുണയുടെയും കണക്കറിയണമെങ്കിൽ ഒരു വട്ടമെങ്കിലും ഈ വ്യക്തിയെ നമ്മുടെ ഹൃദയത്തിൽ ആഴ്ത്തണം. ആ ഹൃദയം നമുക്ക് പറഞ്ഞു തരും അതിൻ്റെ കണക്കുകൾ. മനസ്സുകൊണ്ടും കരങ്ങൾ കൊണ്ടും ലോകത്തെ കാക്കുന്ന സിദ്ധിദാത്രിയെ, ശക്തിയെ പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ മനസ്സുകൊണ്ടും കൊച്ചു കരങ്ങൾ കൊണ്ടും ഇവൾ നൽകുന്ന നന്മകൾക്ക് മുൻപിൽ സാഷ്ടാംഗം നമിച്ചുകൊണ്ടും
നിത്യതി മകളായ എൻ്റെ സിദ്ധിദാത്രിക്ക് ഹൃദയത്തിൽ തൊട്ട് ആശംസിക്കുന്നു 1000 ജന്മദിനാശംസകൾ.